ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നതായി ഒരു ഭാഗം നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. അവിടെ അവർ സഞ്ചരിച്ചിരുന്ന പടകിന് വിരോധമായി കാറ്റ് ആഞ്ഞടിക്കുകയും ശിഷ്യന്മാർ ഭയപ്പെടുകയും പിന്നീട് യേശുവിനെ ഉണർത്തുകയും ചെയ്യുന്നൊരു ഭാഗം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും അതിനുശേഷം ശിഷ്യന്മാരോട് അവരുടെ വിശ്വാസത്തെപ്പറ്റി ചോദ്യം ചെയ്യുന്നൊരു ഭാഗം നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഭാഗമാണ് കർത്താവിന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം വിലയേറിയത്. പ്രശ്നം നമുക്ക് മേലെ വാഴുവാനല്ല ആഗ്രഹിക്കുന്നത്, വിഷയത്തിൻ്റെ മീതെ നാം സഞ്ചരിപ്പാനാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് അവരോട് ചോദിച്ച കാര്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇന്ന് നിങ്ങളോടും നമ്മളോടും ദൈവം ചോദിക്കുന്ന കാര്യം, നമ്മുടെ വിശ്വാസം എവിടെ? പ്രശ്നങ്ങൾക്ക് മുമ്പിൽ, അതായത് കാറ്റ് പ്രതികൂലമായി അടിച്ചോട്ടെ, പടകിൻ്റെ ദിശ മാറിക്കോട്ടെ, നമുക്ക് പ്രതികൂലമായി തീർന്നോട്ടെ, എന്നാൽ അതിൻ്റെ മീതെ സഞ്ചരിക്കുന്നവരായി തീരുക എന്നതാണ് ദൈവം നമ്മെ പറ്റി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നും പോകും, യൗവനക്കാരോ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുകയും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും ചെയ്യും. ആകയാൽ വിഷയത്തിൻ്റെ മീതെ സഞ്ചരിക്കുന്നവരായി തീരുക. മറക്കരുത്, നമ്മുടെ ദിവസമാണ്. ഗോഡ് ബ്ലെസ് യു.